ദേശീയപാത നവീകരണം നടക്കുന്ന ഇടുക്കിയിലെ അടിമാലി കരടിപ്പാറ മേഖലയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ ഇരുട്ടുകാനം വഴി തിരിഞ്ഞു പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ദേശീയപാത നവീകരണം നടക്കുന്ന പലയിടങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അത് ആശങ്കയുണ്ടാക്കുന്നതും നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ, ഇപ്പോൾ ഇടുക്കിയിൽ അടിമാലി കരടിപ്പാറ മേഖലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഈ മഴ കനത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്? അവിടെ എന്താണ് ഇപ്പോൾ ഉടനടി ഒരു അടിയന്തര നടപടിയായിട്ടുണ്ടാവുക? അതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം നിലവിൽ ഇപ്പോൾ എന്തായാലും ഇല്ല. ഈ അടിമാലി കരടിപ്പാറ മേഖലയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായി വഴി തിരിച്ചുവിട്ടിരിക്കുന്നത്. അത് ഇരുട്ടുകാനം വഴി വാഹനം പള്ളിവാസലിലേക്ക് തിരിച്ചുവിടുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മൂന്നാറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് പോകാൻ പോലും നമുക്ക് വാഹനം ഇവിടെ നനക്കാൻ കഴിയുന്നില്ല. വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കുണ്ട്. മഴയാണെങ്കിൽ പോലും, മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്ന തരത്തിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് മൂന്നാറിലേക്കുണ്ട്. അത് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കിലേക്ക് മൂന്നാറിനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വലിയ നീണ്ട നിര മൂന്നാറിൽ കഴിഞ്ഞ സമീപകാലത്ത് അനുഭവപ്പെട്ടതിൽ ഏറ്റവും വലിയ തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാഹനങ്ങൾക്ക് പുറകിലായിട്ട് ഒരു ഫയർ എഞ്ചിൻ അത് കുറെ നേരമായി കിടക്കുകയാണ്. ആ വാഹനം അപകടമുണ്ടായ ഒരു സ്ഥലത്തേക്ക്, അവിടെ എന്താണ് പറ്റിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. അങ്ങോട്ടേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഫയർ എഞ്ചിൻ കുറെ നേരമായി അവിടെ കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. വലിയ തരത്തിൽ ഇവിടുത്തെ ഗതാഗത കുരുക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കനത്ത മഴയുമാണ് ആളുകൾക്കും അതുപോലെ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു. മണ്ണിടിച്ചിൽ അതൊരു വലിയ ഭീതിയായി തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. വലിയ കട്ടിംഗ് ആണ് ഈ മണ്ണെടുത്തു മാറ്റിയതോടുകൂടി ഉണ്ടായത്. അതിന് പിന്നാലെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി അത് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും മഴക്കാലത്തെന്ന് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിന് അവരുടെ ആ പരാതി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആശങ്ക സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന വിധത്തിൽ പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും ഈ മണ്ണിടിഞ്ഞ ഭാഗത്തൊക്കെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ദേശീയപാത വിഭാഗത്തിന്റെ അതോറിറ്റിയുടെ ശ്രമമായി നടക്കുന്നുണ്ട്. എന്തായാലും മൂന്നാറിൽ വലിയ ഗതാഗത കുരുക്ക്, അതിനൊപ്പം ശക്തമായ മഴ, കാറ്റ് വലിയ തരത്തിൽ ആശങ്ക ഈ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സ്മിത, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. മൂന്നാറിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. അതുമാത്രമല്ല, ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില വാഹനങ്ങൾക്കൊക്കെ തന്നെ ചിലയിടങ്ങളിൽ വഴി മാറിപ്പോകാനുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.